കൊച്ചി പള്ളുരുത്തി സെന്റ് റിത്ത സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഇന്ന് മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. കോടതി നിർദ്ദേശത്തിന് പിന്നാലെ സ്കൂളിന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജനപ്രതിനിധികൾ ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെട്ടു. കെ ബാബു MLA സ്കൂൾ അധികാരികളുമായി സംസാരിച്ചു. അതിനിടെ സർക്കാരിനെതിരെ കടുത്ത ആരോപണവുമായി സ്കൂൾ PTA രംഗത്തെത്തിയിട്ടുണ്ട്. ഹിജാബ് ധരിച്ചെത്തിയ കുട്ടിയെ സ്കൂളിൽ പഠിപ്പിക്കാൻ സർക്കാരിൽ നിന്ന് സമ്മർദ്ദമുണ്ടെന്നാണ് PTA ആരോപണം. PTA പ്രസിഡന്റ് ജോഷി കൈതവളപ്പിലിന്റെ പ്രതികരണത്തിലേക്ക്. എന്നോട് ചോദിച്ച PTA ആയിട്ട് ബന്ധപ്പെട്ട വിഷയം, പക്ഷേ അവരുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് കുട്ടി അല്ലെങ്കിൽ ഇവർക്ക് സമ്മർദ്ദമുള്ള പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു സമ്മർദ്ദം ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ DEO ഓഫീസിൽ നിന്ന് എറണാകുളത്തുനിന്ന് അവർ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന കുട്ടിയെ ഹിജാബ് ധരിച്ച് കയറ്റാനുള്ള എഴുതി കൊടുക്കണമെന്നുള്ള രീതിയിൽ 2 ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഒരു സുമേഷ് എന്ന് പറഞ്ഞു. അവർ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നതിന് വേണ്ടിയിട്ട് വന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങളത് പറഞ്ഞു, ഞങ്ങളിവിടെ കൂടിയാലോചിക്കേണ്ട ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ലെറ്റർ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് വെറുതെ എഴുതി തരാൻ പറ്റത്തില്ല. നിങ്ങൾ ഒന്നെങ്കിൽ ഞങ്ങൾക്ക് മെയിൽ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ലെറ്റർ കൊണ്ടുപോകുക, ഞങ്ങൾ മറുപടി തരാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മെയിൽ ചെയ്തു വിശദീകരിച്ചു, ഞങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ട് അതിന്. പിന്നെ ഇപ്പം ഞങ്ങൾ ചോദിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇവർക്ക് വിളിച്ച സമ്മർദ്ദം ഉണ്ടെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇത്ര പെട്ടെന്നൊരു സമ്മർദ്ദം ഉണ്ടാകുക എന്ന് പറയുന്നത് അത് ഞങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. ഇപ്പോൾ ഇവിടുത്തെ റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് ഇപ്പം നമുക്ക് CBSE സ്കൂളിലേക്ക് 3 വർഷം കൂടുമ്പോൾ നമുക്ക് റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ DEO ആണ്. അപ്പോൾ DEO ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് ഒരു തടഞ്ഞു വയ്ക്കും എന്നുള്ള രീതിയിലാണ് ഒരു ഷാഹിന എന്ന് പറയുന്ന ആ ഒരു ഓഫീസർ പറഞ്ഞത്. അതേസമയം ക്രൈസ്തവ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള തീവ്രവാദ അജണ്ടയാണ് നടപ്പാക്കുന്നതെന്ന് സ്കൂളിനെതിരായ ഭീഷണിക്ക് പിന്നിൽ ഇതാണെന്നും കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ KRLCC പ്രതികരണം വന്നിട്ടുണ്ട്. അതിലേക്ക് ചില പ്രത്യേക ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്നും ഇത്തരം സ്ഥാപനങ്ങൾ സുഗമമായി നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കാത്ത വിധത്തിൽ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത് പലയിടങ്ങളിൽ പലതാവാം. ഇപ്പൊ ഇവിടെ SDPI ആണെന്ന് പറയുന്നു. ഇവിടെ SDPI ആണെങ്കിൽ മറ്റു പല സംഘടനകളാവാം. അത് ഏക സ്വഭാവം ഉണ്ടാവണം നിർബന്ധമില്ല. പല സംഘടനകളും നേരത്തെ പ്രാർത്ഥനയെ സംബന്ധിച്ചൊന്നുമല്ല. പ്രാർത്ഥനയ്ക്കായിട്ട് പ്രത്യേക സ്ഥലം വേണം, അതുപോലെ പ്രത്യേക പരിരക്ഷ, പ്രത്യേക സമയക്രമങ്ങൾ നിശ്ചയിക്കപ്പെടണം. ആ രീതിയിൽ പല ആവശ്യങ്ങളും ഉയർത്തിക്കൊണ്ടായിരിക്കും ഇവർ മുന്നോട്ട് വരുന്നത്. തീവ്രവാദ അജണ്ടയാണെന്നാണ് CBCA നിലപാട്. ഈ തരത്തിലുള്ള പ്രതികരണം കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. തീവ്രവാദ സംഘടനകളുടെ ടെസ്റ്റ് ഡോസാണ് പള്ളുരുത്തി സ്കൂളിൽ കണ്ടത് എന്നും ഹിജാബ് വിവാദമെന്നുമാണ് CBCA പ്രതികരണം. കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, CBCA പ്രതികരണത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇക്കാര്യത്തിൽ അവലംബിക്കുന്ന മൗനം അത് ദുരൂഹമാണ് എന്നും അത് മതതീവ്രവാദ സംഘടനകൾക്ക് മുന്നിലുള്ള കീഴടങ്ങലാണെന്നും പറയുന്നുണ്ട്. ഇപ്പോഴും LDFന്റെയോ UDFന്റെയോ നേതാക്കൾ പ്രതികരിച്ചിട്ടില്ലല്ലോ. അവിടുത്തെ MLA കെ ബാബുവാണ്. അദ്ദേഹം സ്കൂളിൽ എത്തിയിരുന്നു. പക്ഷേ അദ്ദേഹം ഇതേക്കുറിച്ച് എന്തെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായോ? കാത്തലിക് സംഘടനകൾ ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. കൊച്ചി പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദം അത് മതതീവ്രവാദ സംഘടനകളുടേതാണെന്നാണ്. ആ വിവാദം ഉണ്ടാക്കിയതിന് പിന്നിൽ മതതീവ്രവാദ സംഘടനകളാണ് എന്നുള്ള ഗുരുതരമായ പരാമർശമാണ് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അതേസമയം KRLCCയും ഇതേ പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിലിന്റെ പ്രതികരണവും അല്പം മുമ്പ് വന്നിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ മൗനം അത് ദുരൂഹമാണ് എന്നുള്ളതും രാഷ്ട്രീയ അടിമത്വമാണ് ഇതെന്നും ഉള്ള പ്രതികരണവും CBCA ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, ഇതിൽ കെ ബാബു MLA വന്നിട്ടും അദ്ദേഹം ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായോ? ഇല്ല മജുഷം, നമ്മൾ രാവിലെ അദ്ദേഹത്തെ ടെലിഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അതിനുശേഷം ഇവിടെ അദ്ദേഹം എത്തിയിരുന്ന സാഹചര്യം കൂടി ഉണ്ട്. ആ ഒരു 2 സമയത്തും അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്ന് തന്നെയാണ്. മാത്രമല്ല സംസാരിക്കുന്ന സമയത്ത് ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് ഇത് പൊള്ളുന്ന വിഷയമാണ്, തൊട്ടാൽ പൊള്ളുന്ന വിഷയമാണ് എന്നുള്ള ഒരു പ്രതികരണം കൂടി അദ്ദേഹത്തിൽ നിന്നുണ്ടായി. മാത്രമല്ല ഈ നേരം വരെയും ഇതുമായി ബന്ധപ്പെട്ട് ഈ ജനപ്രതിനിധികളായ ഒരാളുടെയും ഭാഗത്തുനിന്നും ഒരു തരം പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്. അതുമാത്രമല്ല ഇപ്പോൾ ഇവിടെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അതായത് കുട്ടിയുടെ പാരൻസും
ഇവിടുത്തെ അധികൃതരും അതുപോലെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും അല്പസമയത്തിനുള്ളിൽ ഹൈബിയുടെ MP ഇവിടേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു അനുരഞ്ജന ചർച്ചയ്ക്കാണ് വിളിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ഈ വിഷയത്തിൽ പ്രതികരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഈ വിഷയത്തിൽ അതായത് ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ട്, അതായത് കോടതിയുടെ ഉത്തരവുണ്ട്, കോടതി ലോ ആൻഡ് ഓർഡർ അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കോടതിയുടെ ഉത്തരവുണ്ട്. എന്നിരുന്നാൽ പോലും മൗലിക അവകാശമാണ് മതത്തിൻ്റെ ചില കാര്യങ്ങൾ, അതായത് വിശ്വാസത്തിൻ്റെ ചില കാര്യങ്ങൾ അംഗീകരിച്ച് കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് TC വാങ്ങി കുട്ടിയെ സ്കൂളിൽ നിന്ന് വിടുന്ന കാര്യത്തെപ്പറ്റി അങ്ങനെ നിർബന്ധിക്കാനാകില്ല. അതേസമയം ഇവർ തമ്മിൽ ഒരു അനുരഞ്ജന ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ എന്ന് തന്നെയായിരുന്നു രാവിലെ ഡെപ്യൂട്ടി ഡയറക്ടറും പറഞ്ഞത്. അതേസമയം PTA പ്രസിഡന്റ് നമ്മുടെ തന്നെ ചർച്ചയിലാണ് പറഞ്ഞത് ഈ AU ഭാഗത്തുനിന്നും ഭീഷണിയുടെ സ്വരത്തിലുള്ള നീക്കമാണ്, അല്ലെങ്കിൽ ഭീഷണിയുടെ സ്വരത്തിലാണ് AU സംസാരിച്ചത്, അവർക്ക് പ്രഷർ ഉണ്ടായിരുന്നു എന്ന് തനിക്ക് തോന്നി എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് PTA പ്രസിഡന്റ് നമ്മളോട് പറഞ്ഞത്. എന്തായാലും ഇന്നലെ മുതൽ ഈ പ്രശ്നത്തിൽ, അതായത് ഇന്നലെ കോടതി ഉത്തരവിന് ശേഷം ഇവിടെ പോലീസ് സംരക്ഷണയുണ്ട്. സ്കൂളിന് ആവശ്യമായ പോലീസ് സംരക്ഷണം നൽകാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നതും. അതിനുശേഷമാണ് ഇന്ന് രാവിലെ മുതലുള്ള പോലീസ് പ്രൊട്ടക്ഷൻ തന്നെയാണ്. അതേസമയം 2 ദിവസത്തേക്ക് സ്കൂൾ അവധി, അതായത് ഇവിടെ ബഹളം ായതിനെ തുടർന്ന് സ്കൂൾ അവധി പ്രഖ്യാപിച്ചിരുന്നതാണ്. അവധി ഒഴിവാക്കി സ്കൂൾ പ്രവർത്തനം ആരംഭിക്കണമെന്ന് കോടതി ഉത്തരവിട്ടിരുന്നെങ്കിലും ഇതിൽ ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി ലീവ് എന്നുള്ള നിലയിൽ തന്നെ അത് പോകട്ടെ എന്ന് ഈ മാനേജ്മെൻറ്റ് തീരുമാനിക്കുന്ന ഒരു സാഹചര്യം എന്തായാലും സ്കൂളിൽ നിന്ന് പ്രവർത്തിക്കുന്നില്ല. എങ്കിലും ഇവിടെ ഒരു ചർച്ച നടക്കുന്നുണ്ട്, ഒരു അനുരഞ്ജന ചർച്ച നടക്കുന്നുണ്ട്. അതിനുശേഷം അത് എനിക്ക് തോന്നുന്നു അല്പസമയത്തിനുള്ളിൽ അതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിൻ്റെ നേതൃത്വത്തിലാണ് ചർച്ച നടക്കുന്നത്. ഈ സ്കൂൾ അധികൃതരും അതുപോലെ കുട്ടിയുടെ പാരൻസും അച്ഛൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹവുമായിട്ട് ചർച്ച നടക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഹൈബിയുടെ MP ഇവിടെ എത്തും. K. ബാബു MLA വന്നിരുന്നു. അദ്ദേഹം അധികൃതരുമായി സംസാരിച്ചിരുന്നു. പക്ഷേ മീഡിയയോട് സംസാരിക്കാൻ അദ്ദേഹം ഇവിടെ വെച്ചും തയ്യാറായില്ല എന്നും അത് മാത്രമല്ല ഈ വിഷയത്തിൽ അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഈ ചർച്ചയുടെ വിശദാംശങ്ങൾ അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മഞ്ജുഷ് ാണ് വിവരങ്ങൾ നൽകിയത്. ഇതിൽ മറ്റൊരു കാര്യം, ഇതിൽ ഏറ്റവും കടുത്ത രീതിയിലുള്ള പ്രതികരണം വന്നിരിക്കുന്നത് CBCIയുടെ ഭാഗത്തു നിന്നാണല്ലോ. കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ അതിൽ മതതീവ്രവാദ സംഘടനകളുടെ ടെസ്റ്റ് ഡോസാണ് പള്ളുരുത്തിയിൽ കണ്ടത് എന്നുള്ള ഗുരുതരമായ പരാമർശം പോലും ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഇക്കാര്യത്തിലുള്ള കൃത്യമായ നിലപാട് CBCIയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മഞ്ജുഷ് ഷവലിയാർ VC സെബാസ്റ്റ്യൻ വാർത്താക്കുറിപ്പിറക്കിയപ്പോൾ അത് സ്കൂളുകളിലേക്ക്, പ്രത്യേകിച്ചും ക്രൈസ്തവ മാനേജ്മെൻറ്റിൻ്റെ സ്കൂളുകളിലേക്ക് ഇത്തരത്തിൽ തീവ്രവാദ പിന്തുണയുള്ള അല്ലെങ്കിൽ തീവ്രവാദ നിലപാടുള്ള സംഘടനകളുടെ കടന്നുകയറ്റത്തിൻ്റെ സാക്ഷ്യമാണ് ഇത് എന്ന് ഉള്ള തരത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. ജനാധിപത്യപരവും മതേതരപരവുമായുള്ള കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകളാണ്. സാങ്കേതിക പ്രശ്നമുണ്ട്. എന്തായാലും കൊച്ചി പള്ളുരുത്തിയിലെ സ്കൂളിലെ ഹിജാബ് വിവാദം, അവിടെ ഹിജാബ് അനുവദിക്കണം എന്നുള്ള ആവശ്യം, അതിന്റെ പേരിൽ സ്കൂളിന് നേരെ ഭീഷണി ഉണ്ടായത്, തുടർന്ന് ഹൈക്കോടതി ഇടപെട്ട് സ്കൂളിന് പോലീസ് കാവൽ നൽകിയത്, സ്കൂളിന് 2 ദിവസം അവധി കൊടുത്തത് തുടങ്ങിയ കാര്യങ്ങൾ, ഇതിനെതിരെ ക്രൈസ്തവ സംഘടനകൾ രംഗത്തെത്തിയിരിക്കുകയാണ്. CBCI ഇക്കാര്യത്തിൽ പ്രതികരിച്ചു. KRLCC ഇക്കാര്യത്തിൽ പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. മതതീവ്രവാദ സംഘടനകളുടെ ടെസ്റ്റ് ഡോസും ക്രൈസ്തവ സ്ഥാപനങ്ങളെ തകർക്കുവാനുള്ള നടപടിയുമാണ് എന്നുള്ള വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ മൗനം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നതിലും അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ് CBCI. അതേസമയത്ത് തന്നെ ജനപ്രതിനിധികൾ ഇപ്പോൾ സ്കൂളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഭാഗത്തു നിന്ന് അന്വേഷണം ഉണ്ടായിരുന്നു. ഇന്ന് തന്നെ മന്ത്രിക്ക് റിപ്പോർട്ട് നൽകുവാനുള്ള സാധ്യതയും ഉണ്ട്. അതേസമയത്ത് തന്നെ PTAയുടെ ഭാഗത്തു നിന്ന് ആരോപണം ഉണ്ടായിരിക്കുകയാണ്. അത് ഹിജാബ് ധരിച്ചെത്തിയ കുട്ടിയെ സ്കൂളിൽ പഠിപ്പിക്കണം എന്ന ആവശ്യം ഉണ്ടായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് എന്നുള്ള ഗുരുതരമായ പരാമർശം ഉണ്ടായിരിക്കുകയാണ് PTA പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും. ഇതാണ് ഏറ്റവും അപ്ഡേറ്റ് ഇക്കാര്യത്തിലുള്ളത്. പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദം, അത് ഇപ്പോൾ തീവ്രവാദ സംഘടനകളുടെ ഇടപെടലാണ് എന്ന രീതിയിലുള്ള പ്രതികരണം ക്രൈസ്തവ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കും.